അങ്ങനെ ലോകം കാത്തിരുന്ന ഒന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കാൽവെപ്പ്. ആ ചുവടുവെപ്പ് മറ്റു ലോകരാഷ്ട്രങ്ങൾ കണ്ടത് വലിയ ജാഗ്രതയോടുകൂടിയാണ്. നിർണായകമായ പല നീക്കങ്ങൾക്കും മുന്നോടിയായുള്ള ചുവടുവെപ്പായിരുന്നു അത്. നിശ്ചയദാർഢ്യമുള്ള ഒരു അധികാരിയാണ് ട്രംപ്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കും. അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപിന്റെ മാനിഫെസ്റ്റോയിലെ പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ പല കാര്യങ്ങളും ചുവടുവെച്ച ഉടൻ തന്നെ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. അതിന്റെ ആദ്യപടിയായിട്ടാണ് മെക്സിക്കൻ അതിർത്തിയിലെ ആഭ്യന്തര അനിശ്ചിതകാല അടിയന്തരാവസ്ഥ ഇപ്പൊ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ LGBTQ കമ്മ്യൂണിറ്റിക്ക് അമേരിക്കയിൽ നിന്നും തുടച്ചു നീക്കാനുള്ള തീരുമാനവും. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ബൈ പറഞ്ഞുള്ള ഇറക്കവുമെല്ലാം. ഇതെല്ലാം വളരെ ആശ്ചര്യത്തോടെ തന്നെയായിരുന്നു ലോകം നോക്കി നിന്നത്. കൂടാതെ മറ്റു പല നിയന്ത്രണങ്ങളും. അമേരിക്കയിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ അത് പ്രതിഫലിക്കാൻ പോകുന്നത് മറ്റു രാജ്യങ്ങളെ കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളും നിയന്ത്രണങ്ങളും വിശദമാക്കുന്നതിനൊപ്പം ആരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്നറിഞ്ഞിരിക്കണം. ലോകം കണ്ട ശതകോടീശ്വരന്മാരിൽ ഒരാളും ബിസിനസ് ഹരമാക്കി മാറ്റിയ ബിസിനസ് അധിപനും മാത്രമല്ല ട്രംപ്. പിന്നെ ആരാണ് ഡൊണാൾഡ് ട്രംപ്? വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിലേക്ക് സ്വാഗതം. കൈവെക്കുന്നിടം സ്വന്തമാക്കുന്ന പ്രകൃതം. രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ ബിസിനസ് മാത്രം വശമുള്ള ഒരാൾ ലോകത്തിലെ തന്നെ പവർഫുൾ രാജ്യമായ അമേരിക്കയുടെ ഭരണാധികാരിയാകുന്നു. അതും രണ്ടാമത്തെ തവണ. ആദ്യ അധികാര ചുവടുവെപ്പ് ഒരു തരത്തിൽ പരാജയമായിരുന്നെങ്കിലും രണ്ടാം തവണ ഗംഭീര തിരിച്ചുവരവോട് കൂടിയാണ് ആ ഒരു മനുഷ്യൻ വൈറ്റ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചത്. ഒരേ സമയം വില്ലനായും നായകനായും അലങ്കരിക്കാവുന്ന അധികാരി. എണ്ണമറ്റ ക്രിമിനൽ കേസുകളും ലൈംഗിക ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങളും തലയ്ക്ക് മീതെ നിലനിൽക്കുമ്പോഴും അമേരിക്ക തെരഞ്ഞെടുത്തത് ട്രംപ് മയമായിരുന്നു. ലോകം നോക്കി നിൽക്കെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു. വെടിയുണ്ട തുളച്ചു കയറിയ ചെവിയുമായി ഉറക്കെ പ്രഖ്യാപിച്ചു, പോരാടുക. ചോരയിൽ കുളിച്ച ആ മുഖത്ത് ലോകത്തെ താൻ കയ്യിലെടുക്കുമെന്നുള്ള ധാർഷ്ട്യം കാണാമായിരുന്നു. ട്രംപിന്റെ കഥ തുടങ്ങുന്നത് ഇവിടെയല്ല. 1946 ജൂൺ 14 മേരിയൻ മക്ലോ ട്രംപിന്റെയും ഫ്രെഡ് ട്രംപിന്റെയും 5 മക്കളിൽ 4ാമനായി ജന്മം. കടുത്ത കുടിയേറ്റ വിരോധിയാണ് ട്രംപ് എങ്കിലും ട്രംപിന്റെ പിതാവ് ജർമ്മനിയിൽ നിന്നും US കുടിയേറിയതാണ്. അതുപോലെ അമ്മ മേരി സ്കോട്ട്ലാൻഡിൽ നിന്നും കുടിയേറിയതാണ്. ട്രംപിന് ബിസിനസ് താല്പര്യം തുടങ്ങുന്നത് പിതാവിൽ നിന്നുമാണ്. ഫ്രെഡ് ട്രംപ് എലിസബത്ത് ട്രംപ് ആൻഡ് സൺ എന്ന റിയൽ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥനായിരുന്നു. പിതാവിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ തന്നെ ജോലി അനുഷ്ഠിച്ചായിരുന്നു ട്രംപിന്റെയും മറ്റു 2 സഹോദരന്മാരുടെയും ബിസിനസ്സിലേക്കുള്ള ചുവടുവെപ്പ്. ട്രംപിന് 2 സഹോദരിമാരുണ്ടായിരുന്നു. അവരെന്നാൽ ബിസിനസ്സിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 1981 പൈലറ്റായ ട്രംപിന്റെ സഹോദരൻ മദ്യത്തിന് അടിമയായതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. എന്നാൽ ആ ഒരു മരണം ട്രംപിനെ വല്ലാതെ വേദനിപ്പിക്കുകയും താൻ ഒരിക്കലും മദ്യം തൊടില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ട്രംപ് കുറച്ച് വില്ലനായിരുന്നു. അതിനാൽ തന്നെ ട്രംപിന്റെ പിതാവ് ഈ പെരുമാറ്റച്ചട്ടം പഠിപ്പിക്കുന്നതിനായിട്ടും അതേപോലെ തന്നെ ഈ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുന്നതിനായും എല്ലാം സൈന്യത്തിൽ ചേർത്തു. ന്യൂയോർക്ക് മിലിറ്ററി അക്കാദമിയിൽ നിന്നും വേണ്ടത്ര പരിശീലനങ്ങൾ ലഭിച്ചെങ്കിലും തനിക്കൊരു സൈനികനായി ജോലി അനുഷ്ഠിക്കാൻ ഒട്ടും തൽപരനല്ലായിരുന്നു ഡൊണാൾഡ് ട്രംപ്. വിയറ്റ്നാം യുദ്ധ സമയത്ത് കാലിന് പരിക്കുകൾ ഉണ്ടായെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് മിലിറ്ററിയിൽ നിന്നും പടിയിറങ്ങി. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിലേക്കാണ് പിന്നെ ട്രംപിന്റെ തുടർ പഠനം നടന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ ട്രംപ് ബിസിനസ്സിൽ സജീവമായിരുന്നു. റിയൽ എസ്റ്റേറ്റിൽ തന്നെയായിരുന്നു തുടക്കം. ഫിലാഡൽഫിയയിൽ റിയൽ എസ്റ്റേറ്റിലായിരുന്നു ആദ്യ നിക്ഷേപം ഉണ്ടായത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയതിനു ശേഷം പിതാവിനൊപ്പം ബിസിനസ്സിൽ സഹായിച്ചു തുടങ്ങി. ആരോപണങ്ങളും വിവാദങ്ങളും പണ്ടേ ട്രംപിന്റെ കൂടപ്പിറപ്പായിരുന്നു. ആഫ്രിക്കൻ അമേരിക്കക്കാരായ വാടകക്കാരോട് ട്രംപ് കമ്പനി വിവേചനം കാണിക്കുന്നുവെന്ന് സർക്കാർ ആരോപിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപും പിതാവ് ഫ്രെഡ് ട്രംപും കടുത്ത വംശീയ വിരോധിയായിരുന്നു. കറുത്ത വംശക്കാരെ, അതായത് അമേരിക്കൻ ആഫ്രിക്കൻസിനെ കണ്ടുകൂടായിരുന്നു.
അതിനാൽ പല ആരോപണങ്ങൾക്കും അതുപോലെ പല നിയമ നടപടികൾക്കും അച്ഛനും മകനും വിധേയനാകേണ്ടി വന്നു. 1977 തന്റെ 31ാമത്തെ വയസ്സിൽ ഇവാന ട്രംപിനെ വിവാഹം ചെയ്യുകയുണ്ടായി. അതിൽ 3 കുട്ടികളും ഉണ്ടായി. ഇവാന ട്രംപും ട്രംപിന്റെ ബിസിനസ് സജീവമായി തുടർന്നു. അതിനുശേഷം ട്രംപ് കാസിനോ ആരംഭിച്ചു. എന്നാൽ ഈ പറയുന്ന കാസിനോയിൽ നിന്നും വലിയ സാമ്പത്തിക നഷ്ടം ട്രംപിന് ഉണ്ടാവുകയുണ്ടായി. എന്നാൽ അതിൽ നിന്നുമെല്ലാം ട്രംപ് കരകയറി. സ്വന്തം പേര് ബ്രാൻഡാക്കിയതോടെ അദ്ദേഹത്തിന്റെ തലവരെ മാറുകയായിരുന്നു ചെയ്തത്. ട്രംപ് ലോക പ്രശസ്ത ബ്രാൻഡായി മാറി. നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചു, വിൽപ്പന നടത്തി, പല സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ട്രംപ് എന്ന ബ്രാൻഡിന്റെ കീഴിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. ട്രംപിന്റെ 50ാമത്തെ വയസ്സിൽ മിസ് യൂണിവേഴ്സ് ഓർഗനൈസറായി മാറി. മിസ് യൂണിവേഴ്സിന്റെ നടത്തിപ്പുകാരനായി മാറി. അതായത് ട്രംപ് എന്ന കമ്പനി അതിന്റെ ചുമതല ഏറ്റെടുത്തു. ആ സമയത്ത് ഒരുപാട് അലിഗേഷൻസ് ട്രംപിന് നേരിടേണ്ടി വന്നു. മിസ് യൂണിവേഴ്സ് കണ്ടസ്റ്റൻസ് തന്നെ പരാതിയുമായിട്ട് വന്നു. ഒരുപാട് ആരോപണങ്ങൾ തന്നു മുതലേ ട്രംപിന് നേർക്കുണ്ടായിരുന്നു. 54ാമത്തെ വയസ്സിൽ ആദ്യമായാണ് ട്രംപ് പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയി മത്സരിക്കാൻ തുടങ്ങിയത്. അതായത് 2000 കാലയളവിൽ. എന്നാൽ അന്ന് മത്സരിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കീഴിലായിരുന്നില്ല, പകരം റീഫോം പാർട്ടിയുടെ പേരിലാണ്. പക്ഷെ അദ്ദേഹം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നില്ല. അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ, എക്സ്പ്ലോറേറ്ററി സ്റ്റേജിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മത്സരം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2004 വളരെ ഫേമസ് റിയാലിറ്റി ഷോ ആയ അപ്രൈഡിസ് എന്ന ഷോയുടെ ഭാഗമായിട്ട് മാറി. ആ സമയത്ത് അദ്ദേഹം വീണ്ടും ഒരു വിവാഹം ചെയ്യുകയും ആ ഒരു ബന്ധത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ ആ വിവാഹ ബന്ധം അധികം നീണ്ടു നിന്നില്ല. 59ാമത്തെ വയസ്സിൽ 3ാമത് അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്യുകയുണ്ടായി. അതാണ് മെലാനിയ ട്രംപ്, ഇപ്പോഴുള്ള ഭാര്യ. ആ ഒരു ബന്ധത്തിലാണ് ബാരൻ ട്രംപ് എന്ന 5ാമത്തെ പുത്രൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. 2015 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയി മാറി. ആ സമയത്ത് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ പ്രസ്താവനയായിരുന്നു മെക്സിക്കൻ അതിർത്തിയിൽ നിന്നും വരുന്നവർ, അതായത് മെക്സിക്കൻസ് വളരെ മോശപ്പെട്ടവരാണെന്നും അവർ റേപ്പിസ്റ്റുകളും അതുപോലെ തന്നെ ഡ്രഗ് ഡീലേഴ്സുമാണെന്നും അമേരിക്കയെ കുട്ടിച്ചോറാക്കാൻ അവർക്ക് സാധിക്കുമെന്നുമൊക്കെ. ട്രംപിന്റെ ആദ്യ ഉദ്ദേശം തന്നെ മെക്സിക്കൻസിനെ അമേരിക്കയിൽ കാലുകുത്താൻ അനുവദിക്കരുത് എന്നതായിരുന്നു. ആദ്യ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപിന്റെ തിരിച്ചുവരവ് ചെയ്തു തീർക്കാത്ത പാതിയാക്കി വെച്ച് പോയ പല കാര്യങ്ങളും തീർപ്പാക്കാൻ വേണ്ടി തന്നെയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നുമുള്ള സപ്പോർട്ട് 2020 ശേഷം, അതായത് ട്രംപ് ഇറങ്ങുന്നതിന് മുൻപ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ബൈഡന്റെ വരവോടുകൂടി വീണ്ടും ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത് ട്രംപ് ചാർജ് എടുത്തപ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്തത് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഇറങ്ങുകയെന്ന ദൗത്യമായിരുന്നു. അതിനുള്ള ഒരു കാരണം ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ തീരുമാനമാണ് ഇപ്പോൾ ട്രംപിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനുള്ള ഒരു കാരണം ഗാസ പലസ്തീനിൽ WHO സഹായങ്ങളാണ്. 300 മില്യൺ ഭക്ഷ്യസാധനങ്ങളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും സഹായമാണ് WHO പലസ്തീൻ ഗസയ്ക്ക് നൽകിയത്. അതിന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ അമേരിക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി തീരുമാനങ്ങളും നിയന്ത്രണങ്ങളുമാണ് ട്രംപ് അധികാരം ഏറ്റെടുത്തപ്പോൾ വരാൻ പോകുന്നത്. ടെക്നോളജിയുടെ ദൈവത്തെ ഒരു വശത്ത് മുറുക്കെ പിടിച്ചുള്ള ട്രംപിന്റെ ഈ ഒരു കടന്നുവരവ് അമേരിക്ക എന്ന രാജ്യത്തെ മാത്രമല്ല മാറ്റാൻ പോകുന്നത്, ലോകത്തെ മൊത്തത്തിൽ മാറ്റം സംഭവിക്കും. ശത്രുക്കളെ തുടച്ചു നീക്കാനും സുഹൃത്ത് ബന്ധങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്താനും കഴിയുന്ന ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം.